ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. അർച്ചന സന്ദീപിന്റെ അടുത്ത് ചെന്ന് ചോദിക്കുകയാണ്, സന്ദീപേ, നീ കാര്യങ്ങളൊന്നും ഞങ്ങളോട് പറഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, നീ ആതിരോടെങ്കിലും കാര്യങ്ങളെല്ലാം തുറന്നു പറയണം. ഇല്ലട്ടത്തി, ആതിരയ്ക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാകുമെന്ന് സന്ദീപ് പറയുമ്പോൾ അർച്ചന പറയുകയാണ്, നിന്റെ പെരുമാറ്റത്തിൽ നിന്നും സംസാരത്തിൽ നിന്നും ഒക്കെ തന്നെ എനിക്ക് മനസ്സിലാകുന്നത് മറ്റൊന്നാണ്. നീ എന്തൊക്കെയോ ഞങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ടെന്ന്. അല്ലെങ്കിൽ നിന്നെ ഒരാൾ വിളിക്കുന്നതും ഭീഷണിപ്പെടുത്തുന്നതും ഒക്കെ തന്നെ നീ എന്താ ഞങ്ങളോടാരോടും പറയാത്തത്? ഇത് കേൾക്കുന്ന സന്ദീപ് ഞെട്ടലോടെ അർച്ചനയെ നോക്കുകയാണ്. ഇതുവരെ ഞാൻ നിന്നോട് ഒന്നും സംസാരിക്കാൻ വരാത്തത് മറ്റൊന്നും കൊണ്ടല്ല. എന്റെ അനിയത്തിയുടെ സ്നേഹം പറഞ്ഞ് നിന്റെ പിന്നാലെ വന്ന് നിർബന്ധിക്കാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് തന്നെയാ. ഞാൻ അങ്ങനെ ചെയ്താൽ ഞാനും അവന്തികേട്ടത്തെയും തമ്മിൽ പിന്നെ എന്താ വ്യത്യാസമുള്ളത്? എന്താണെങ്കിലും ഈ തീരുമാനം നീ ഒറ്റയ്ക്കെടുത്തതാന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് നീ അനഘയുടെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പ് വരെ ഇതിന്റെ പിന്നിലുള്ള കാരണം ഞാൻ അന്വേഷിച്ച് നടന്നിരിക്കും. പിന്നീട് കാണിക്കുന്നത് ഗാർഡനിൽ നിന്നും കരയുന്ന ആതിരയാണ്. അതേസമയം അനഘ അങ്ങോട്ടേക്ക് വന്ന് പറയുകയാണ്, എനിക്കറിയാം ആതിരെ, നിനക്ക് വിഷമമായെന്ന്. എന്റെയും സന്ദീപിന്റെയും വിവാഹത്തിന് സന്ദീപിന് സമ്മതമാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആദ്യം ഓർത്തത് നിന്നെക്കുറിച്ചാണ്. നിന്റെ വേദന മറ്റാരെക്കാളും എനിക്ക് മനസ്സിലാകും. നീയും സന്ദീപും തമ്മിൽ ഇഷ്ടമാണെന്നറിഞ്ഞപ്പോൾ ഞാനും ഇതേ അവസ്ഥയിൽ കൂടെയാ കടന്നുപോയത്. നാളെ എന്റെയും സന്ദീപിന്റെയും വിവാഹമാണ്. എനിക്കവനെ അത്രയ്ക്കും ഇഷ്ടമായതുകൊണ്ടാ ഈ വീട്ടിൽ വന്ന കാലം മുതലേ എനിക്ക് സന്ദീപിന് ഇഷ്ടമാ. അല്ലെങ്കിൽ ഒരിക്കലും നിന്റെയും സന്ദീപിന്റെ ഇടയിലേക്ക് ഞാൻ വരില്ലായിരുന്നു. നീ ഇങ്ങനെ എൻ്റെ മുന്നിൽ നിന്ന് കണ്ണു നിറയ്ക്കരുത്. അത് സന്ദീപിന് വേണ്ടിയാകുമ്പോൾ എനിക്കാണ് വേദനിക്കുന്നത്. എൻ്റെ വിഷമം അനഘ കണക്കിലാക്കണ്ട. എനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരാളോട് ഇഷ്ടം തോന്നുന്നത്. സന്ദീപും എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ ലോകം കീഴടക്കിയ പോലെ ഒരു ഫീലായിരുന്നു എനിക്ക്. പക്ഷേ അവനിപ്പോൾ മറക്കണമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് താങ്ങാനേ സാധിക്കുന്നില്ല. നീയും സന്ദീപും തമ്മിൽ ജീവിച്ചു തുടങ്ങുമ്പോൾ ഞാൻ സന്ദീപിനെക്കുറിച്ച് മറന്നോളാം. ഞാനായിട്ടൊരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരില്ല. അനഘ എൻ്റെ സങ്കടമൊന്നും കണക്കിലെടുക്കണ്ട. അത്രയും പറഞ്ഞുകൊണ്ട് ആതിര പോകാനൊരുങ്ങുമ്പോൾ അനഘ ചോദിക്കുകയാണ്, അല്ല, അതിനിവിടെ ആർക്കാ വിഷമം? നിന്റെ ഉള്ളിലിരിപ്പൊന്ന് അറിയാൻ വേണ്ടിയേ ഞാൻ വെറുതെ സെന്റി അടിച്ചെന്നേ ഉള്ളൂ. നീ കരയണം, പക്ഷേ ഇങ്ങനെ ആരും കാണാതെയല്ല, എല്ലാവരുടെയും മുന്നിൽ വെച്ച്. നിന്റെ കണ്ണിൽ നിന്നും വരുന്ന ഈ കണ്ണുനീരുണ്ടല്ലോ, അത് നിനക്കുള്ള ശിക്ഷയാ എന്റെ സന്ദീപിനെ തട്ടിയെടുക്കാൻ ശ്രമിച്ചതിന്. ഈ ജന്മം മുഴുവൻ കരഞ്ഞു തീർക്കാനാ നിന്റെ വിധി. അല്ല, നിന്റെ ചേച്ചി എന്താ ഈ പ്രാവശ്യം വിവാഹം മുടക്കാമെന്നൊന്നും നിനക്ക് സത്യം ചെയ്തു തന്നില്ലേ? അതെന്താണെന്നോ നിന്റെ ചേച്ചിക്കറിയാം, നിന്റെ ചേച്ചി എന്താണെങ്കിലും ജയിക്കാനേ പോകുന്നില്ലെന്ന്. അത്രയും പറഞ്ഞുകൊണ്ട് അനഘ അവിടെ നിന്ന് പോകുമ്പോൾ പൊട്ടിക്കരയുകയാണ് ആതിര. പിന്നീട് കാണിക്കുന്നത് അർച്ചനയാണ്. സച്ചി വന്ന് അർച്ചനയോട് പറയുകയാണ്, അവിടെ അച്ഛനും അനൂപേട്ടനും തന്നെ അന്വേഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സച്ചിയേട്ടാ ഞാൻ ഇവിടെ വന്ന് നിന്നത്. അവരുടെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല, പ്രത്യേകിച്ചും ആതിരയുടെ. എടോ, തന്റെ മനസ്സിലുള്ള അതേ ചോദ്യം എന്റെ മനസ്സിലുമുണ്ട്. ആതിരയോട് നമ്മൾ എന്ത് മറുപടി പറയുമെന്ന്. അതേസമയം ആതിര അവരുടെ മുറിയിലേക്ക് വരികയാണ്. നിങ്ങൾ രണ്ടുപേരും ഇതില് നിരപരാധികളാണെന്ന് എനിക്കറിയാം. എല്ലാം എന്റെ തെറ്റാ. ഞാൻ ആദ്യമേ ചിന്തിക്കണമായിരുന്നു. മോളെ, ഞാൻ വേണമെങ്കിൽ അവനോട് ഒന്നുകൂടി സംസാരിക്കാമെന്ന് സച്ചി പറയുമ്പോൾ ആതിര പറയുകയാണ്, അതൊന്നും വേണ്ടേട്ടാ. സന്ദീപിന് മനസ്സിലാകാത്ത കാര്യമൊന്നുമല്ലല്ലോ. ഞങ്ങള് പരസ്പരം സ്നേഹിച്ചു, വിവാഹം കഴിച്ചു. അതൊക്കെ മറന്നല്ലേ അവനിപ്പോ പുതിയ തീരുമാനമെടുത്തിരിക്കുന്നത്. വീണ്ടും ഒരധികപ്പറ്റായി അവന്റെ ജീവിതത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. മോളെ, എല്ലാവരുടെയും സമാധാനത്തിന് ഒരേ ഒരു വഴിയേ ഉള്ളൂ. ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പാടില്ല. പക്ഷേ സന്ദീപും കൂടി ഇതിന് സമ്മതം പറഞ്ഞതുകൊണ്ട് അതല്പം പാടാ. പിന്നെ മറ്റൊരു വഴിയേ ഉള്ളെന്ന് അർച്ചന പറയുമ്പോൾ ആതിര പറയുകയാണ്, എനിക്കറിയാം ചേച്ചി എന്താ പറയുന്നതെന്ന്. നടന്ന കാര്യങ്ങളെല്ലാം എല്ലാവരോടും തുറന്നു പറയാനല്ലേ. പക്ഷേ സന്ദീപിന് ഇപ്പോൾ ഈ വിവാഹത്തിനോട് യോജിപ്പായതുകൊണ്ട് തന്നെ വിവാഹബന്ധം വേർപ്പെടുത്താനേ എല്ലാവരും പറയൂ. പ്രത്യേകിച്ചും അവന്തികേട്ടത്തിയും അനഘയും. ഇനിയുള്ള കാലം മുഴുവൻ എല്ലാവരുടെയും മുമ്പിൽ എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. കുത്തുവാക്കുകളും പരിഹാസവും മാത്രമായിരിക്കും. ഇപ്പോൾ അനഘ എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ വിവാഹം കഴിഞ്ഞാൽ അവരുടെ മുമ്പിലേക്ക് പോലും ചെല്ലരുതെന്നാ എന്നോട് പറഞ്ഞത്. ഇനിയുള്ള ജീവിതം ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചോളാം. ഇത്രയും കാലം എന്നെ സ്നേഹിച്ച അച്ഛനെയും അമ്മയുമൊക്കെ ചതിച്ചതിനുള്ള ശിക്ഷയായി ഞാനിതിനെ കൂട്ടിക്കോളാം. തുടർന്ന് അർച്ചനെ ചേർത്ത് പിടിച്ച് ആതിര പറയുകയാണ്, ഇനിയെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കണം. ഇനി ഒരിക്കലും ഞാൻ ആർക്കും ഒരു ശല്യമായി വരില്ല. ഇതെന്റെ മനസ്സിനും മനസാക്ഷിക്കും ഞാൻ കൊടുത്ത വാക്കാണെന്ന് പറഞ്ഞ് ആതിര മുറിയിൽ നിന്നും പോകുന്നു. അത്രയും പറഞ്ഞുകൊണ്ട് ആതിര ഇറങ്ങാൻ നേരം സന്ദീപിന്റെ മുറിയുടെ അങ്ങോട്ടേക്ക് നോക്കി ആതിര പൊട്ടിക്കരയുകയാണ്. ആ കാഴ്ച കാണാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ സച്ചി മുറിയുടെ പുറത്തേക്ക് പോകുമ്പോൾ ആതിരയെ ആശ്വസിപ്പിക്കാനായി ചെല്ലുകയാണ് അർച്ചന.
ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.